ശ്രീ അസീസ് തിക്കോട്ടി, മാതാ അമൃതാനന്ദമയിയെ മുസ്ലിം ലീഗ് എങ്ങനെയാണ് കാണുന്നത്? ഒപ്പം തന്നെ ബാബ രാംദേവിൻ്റെ പരിപാടിക്ക് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പോയത് ക്ഷണിച്ചിട്ടാണോ, അല്ലെങ്കിൽ ഏതർത്ഥത്തിലാണ് അദ്ദേഹം അവിടെ പോയത്? ഇവിടെ ശ്രീ നാരായണൻ വെളിയങ്കോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ സത്യത്തിന് നിരക്കാത്തതാണ് എന്ന് ആദ്യമായിട്ട് പറഞ്ഞുകൊള്ളട്ടെ. കാരണം സാദിഖ് അലി ശിഹാബ് തങ്ങൾ കോഴിക്കോട് നടന്ന ഒരു സോമയാഗത്തിൽ അദ്ദേഹത്തെ മറ്റൊരു മതസ്ഥന്റെ പ്രതിനിധി എന്നുള്ള നിലയിൽ സാദിഖ് അലി ശിഹാബ് തങ്ങളെ ക്ഷണിക്കുകയും അദ്ദേഹം അവിടെ പോവുകയും ചെയ്തു. കശ്യപ് വേദ റിസർച്ച് ഫൗണ്ടേഷനാണ് ആ സോമയാഗം സംഘടിപ്പിച്ചത്. അവിടെ സാദിഖ് അലി ശിഹാബ് തങ്ങളെ ക്ഷണിക്കുമ്പോൾ അവിടെ മറ്റാരൊക്കെ ക്ഷണിച്ചിട്ടുണ്ട് എന്നുള്ളത് നോക്കിയിട്ടല്ല സാദിഖ് അലി ശിഹാബ് തങ്ങളെ ക്ഷണിക്കുന്നത്. സാദിഖ് അലി ശിഹാബ് തങ്ങൾ ആ വേദിയിലെത്തിയപ്പോ ബാബ രാംദേവ് ഓടിച്ചെന്ന് സാദിഖ് അലി ശിഹാബ് തങ്ങളെ ആലിംഗനം ചെയ്യാം. നിങ്ങൾക്ക് ആ ഫോട്ടോ കണ്ടാൽ മനസ്സിലാകും. സാദിഖ് അലി ശിഹാബ് തങ്ങളെ അങ്ങോട്ട് ചെന്ന് ആലിംഗനം ചെയ്യാൻ ശ്രമിക്കുകയാണ് ബാബ രാംദേവ് ചെയ്യുന്നത്. അപ്പോ അവിടെ അങ്ങനെ ഒരാൾ ആലിംഗനം ചെയ്യാൻ വരുമ്പോ പാടില്ല, ഞാൻ മാറി നിൽക്കും എന്ന് പറഞ്ഞ് മാറി നിൽക്കണമായിരുന്നു എന്നാണോ നിങ്ങൾ പറയുന്നത്? എല്ലാ മതസമൂഹങ്ങളെയും, ഏത് വിഭാഗങ്ങളെയും, പണ്ഡിതനാവട്ടെ പാമരനാവട്ടെ പണക്കാരനാവട്ടെ പാവപ്പെട്ടവനാവട്ടെ എല്ലാവരെയും ഒരേപോലെ കാണുകയും ഒരേപോലെ സ്നേഹിക്കുകയും ഒരേപോലെ സ്വീകരിക്കുകയും ചെയ്ത ഒരു തറവാടാണ് പാണക്കാട് തറവാട്. അത് കേരളത്തിലെ ജനങ്ങൾക്കൊക്കെ അറിയാം പാണക്കാട് തറവാടിന്റെ മഹത്വം. അങ്ങനെയുള്ള ഒരു തറവാട്ടിൽ നിന്നുള്ള സാദിഖ് അലി ശിഹാബ് തങ്ങൾ ബാബ രാംദേവ് വന്ന് ആലിംഗനം ചെയ്യുമ്പോൾ അവിടെ നിന്നുപോയി എന്നുള്ളതാണ് കേരള സമൂഹത്തോട് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ ചെയ്ത കുറ്റം എന്നാണോ ശ്രീ നാരായണൻ വെളിയങ്കോട് പറയുന്നത്? അതുപോലെ തന്നെ മാതാ അമൃതാനന്ദമയിയോടുള്ള നിലപാട് എന്താണ് എന്ന് അവിടുന്ന് ചോദിക്കുമ്പോ മാതാ അമൃതാനന്ദമയി മാത്രമല്ല, ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളമുള്ള ഒരുപാട് കപട ആത്മീയവാദികളുണ്ട്, കള്ള ദൈവങ്ങളുണ്ട്, ആൾ ദൈവങ്ങളുണ്ട്. ഇവരോടൊക്കെ നമുക്കറിയാലോ, സത്യസായിബാബയില്ലായിരുന്നോ? അതിനുമുമ്പ് ഇവിടെ ശ്രീ രവിശങ്കറുണ്ട്. അതുപോലുള്ള ഒരുപാട് ആൾ ദൈവങ്ങൾ കേരളത്തിലും കേരളത്തിന് പുറത്തുമായിട്ടുണ്ട്. ഇവരോടൊക്കെ എന്ത് നിലപാടെടുക്കുന്നു എന്ന് ഓരോ വ്യക്തി തിരിച്ച് സ്വീകരിക്കാൻ പറ്റുമോ? അവരുടെ ആശ്രമങ്ങളിൽ എന്തെങ്കിലും നിയമവിരുദ്ധമായിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് നിയമ നടപടികളുമായി മുന്നോട്ട് പോകാൻ ഇവിടെ ഗവൺമെന്റ് ഉണ്ട്. ഗവൺമെന്റ് ആ നിലപാടെടുക്കണം. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, ഇവിടെ ഇതിന്റെ ദുരൂഹതകൾ ഉണ്ടെങ്കിൽ അത് നീക്കാൻ ഗവൺമെന്റ് തയ്യാറാവണം, ഇവിടുത്തെ ആഭ്യന്തരമന്ത്രി തയ്യാറാവണം. അതിന് എന്തെങ്കിലും നിയമപരമായിട്ട് നിയമലംഘനം നടത്തുന്ന എന്തെങ്കിലും രീതിയിലുള്ള ഇത്തരം ആശ്രമങ്ങളിലുണ്ടെങ്കിൽ, അത് ഒരാശ്രമമല്ല, ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം എല്ലാ ആശ്രമങ്ങളിലും അതിനുള്ള നിലപാടെടുക്കണം. അതിനുള്ള നിയമ നടപടികളുമായി മുന്നോട്ട് പോകണം. ഇവിടെ സാദിഖ് അലി ശിഹാബ് തങ്ങളെയും മന്ത്രി ഇബ്രാഹിം കുഞ്ഞിനെയും മാറ്റി നിർത്തിക്കൊണ്ട് മുസ്ലിം ലീഗ് ഇത്തരം കപട ആത്മീയവാദികൾക്കെതിരായി നിലകൊള്ളുന്നു, അവർക്ക് വേണ്ടി നിലകൊള്ളുന്നു എന്ന് പറയുന്നത് ശുദ്ധ അസംബന്ധമാണ് എന്ന് പറയാതിരിക്കാൻ വഴിയില്ല. കാരണം ഹിന്ദുക്കളിൽ മാത്രമല്ല, ഹൈന്ദവ സമൂഹത്തിൽ മാത്രമല്ല, എല്ലാ മത സമൂഹങ്ങളിലും ഇത്തരം ആത്മീയ വ്യാപാരങ്ങൾ നടക്കുന്നുണ്ട്. അതിനെതിരെ ശക്തമായ ചെറുത്തുനിൽപ്പുണ്ടാവണം. സാംസ്കാരിക കേരളം ഉണർന്നു പ്രവർത്തിക്കണം. ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. ഹരിദാസ് എന്ന പ്രേക്ഷകൻ കൂടി ചേരുന്നു. ഹരിദാസ്, പറഞ്ഞോളൂ. ആൾദൈവങ്ങൾ എന്നുള്ള പരാമർശത്തെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഈ ആൾദൈവങ്ങൾ യേശുക്രിസ്തുവും മുഹമ്മദ് നബിക്ക് ഒരു കാലത്ത് ആൾദൈവങ്ങളായിരുന്നു, ശ്രീബുദ്ധനും ഒക്കെ ആൾബുദ്ധങ്ങളായിരുന്നു. പിന്നെ മുതലാണ് ഈ ആൾദൈവം എന്ന പദം ഇവിടെ വരാൻ തുടങ്ങിയിട്ടുള്ളത്. ഇപ്പൊ ഒരു മുടിയും കൊണ്ട് നടക്കുന്നുണ്ടല്ലോ ഒരു ഉസ്താദ്. എന്തുകൊണ്ട് അദ്ദേഹത്തെ കുറിച്ചുള്ള പരാമർശം മീഡിയ വണ്ണിലോ മറ്റ് ചാനലുകളൊന്നും വരുന്നില്ല? ഇങ്ങനെ ഈ ആധ്യാത്മികമായ ഇത്ര നല്ല നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ഒരു മഹത് വ്യക്തിയെ താറടിച്ച് കാണിക്കുന്നതിനുള്ള ഈ ശ്രമത്തിന് മുന്നിൽ പ്രത്യേകമായ മറ്റു താല്പര്യങ്ങളുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ശ്രീ ഹരിദാസ്, താങ്കൾ കാണാത്തത് കൊണ്ടായിരിക്കാം. എല്ലാ വാർത്തകളും മീഡിയ വൺ മാത്രമല്ല എല്ലാ ചാനലുകളും നൽകാറുണ്ട്. വളരെ നന്ദി ചർച്ചയിൽ പ്രതികരിച്ചതിന്. ശ്രീ നാരായണൻ വെളിയങ്കോട്, നേരത്തെ അസീസ് തിക്കോട്ടി നൽകിയ വിശദീകരണം തൃപ്തികരമല്ലേ? മുസ്ലിം ലീഗിൻ്റെ മുൻകാല നേതാക്കൾ ബാഫക്കി തങ്ങളാവട്ടെ, പിന്നീട് CH മുഹമ്മദ് കോയാവട്ടെ, ഏറ്റവും ഒടുവിൽ പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളാവട്ടെ, തളി ക്ഷേത്രത്തിൻ്റെ ഗോപുരവാതിൽ കത്തി നശിച്ചപ്പോൾ അവിടെ ആദ്യമായി എത്തിയത് മുസ്ലിം ലീഗിൻ്റെ അധ്യക്ഷനായിരുന്നു. അത്തരത്തിൽ വലിയൊരു സാമുദായിക സൗഹാർദ്ദത്തിൻ്റെ ചരിത്രം മുസ്ലിം ലീഗിന് അവകാശപ്പെടാനുണ്ട്. അത്തരത്തിൽ ആ ഒരു ചരിത്രത്തിൻ്റെ ആവർത്തനം എന്ന രീതിയിൽ കണ്ടാൽ പോരെ ഈ സാദിഖ് അലി ശിഹാബ് തങ്ങൾ സോമയാഗത്തിൻ്റെ വേദിയിൽ എത്തിയതും? ഒപ്പം തന്നെ അസീസ് തിക്കോട്ടി പറയുന്നത് മാതാമൃതാനന്ദമയിയുടെ വിഷയത്തിൽ നിയമത്തിൻ്റെ വഴിക്ക് പോട്ടെ, അവരാരൊക്കെയാണെങ്കിലും സമൂഹത്തിൽ ഒരു വിലയുള്ളത് കൊണ്ട് അവരെ മാനിക്കേണ്ടതുണ്ട് എന്ന് തന്നെയാണ് അസീസ് തിക്കോട്ടി പറയുന്നത്. ഈ കാര്യങ്ങളെ സംബന്ധിച്ച് പറയുന്ന സമയത്ത് നമുക്കറിയാം, പാണക്കാട് കുടുംബം പല രീതിയിൽ മതേതരത്വം സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് എടുത്ത നിലപാടുകൾ, ബാഫക്കി തങ്ങളെടുത്ത നിലപാട്, മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെടുത്ത നിലപാടുകൾ,
ഈ നിലപാടുകളിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ടുള്ള ഒരു നിലപാടാണ് ഈ അടുത്ത കാലത്തായിട്ട് മുസ്ലിം ലീഗ് കൈക്കൊള്ളുന്നത്. ഒരു കാര്യത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, ആൾദൈവങ്ങളെ ആരാധിക്കുന്നത് ദൈവവിശ്വാസത്തിന് എതിരാണ് എന്നുള്ളത് എല്ലാ മതവിശ്വാസികൾക്കും അറിയുന്ന കാര്യമാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ദൈവത്തെക്കാൾ വലിയ ദൈവങ്ങളായിട്ട് മാറുന്നത് ആരാണ്? ആൾദൈവങ്ങളാണ്. ഈ ആൾദൈവങ്ങൾ അവർക്ക് ഒരു ദൈവത്തിന്റെ പരിവേഷം കൊടുക്കുകയും അതോടുകൂടിയിട്ട് അവർ സമൂഹത്തിൽ നടത്തുന്ന എല്ലാ കൊള്ളരുതായ്മകളെയും ആരും ഒന്നും ചോദിക്കാൻ പാടില്ല എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്നെത്തിക്കുന്നത് അത് കേരളീയ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അപകടകരമായിട്ടുള്ള ഒരു കാര്യമാണ്. കഴിഞ്ഞ LDF സർക്കാർ അധികാരത്തിലിരുന്ന സമയത്ത് പല ആൾദൈവങ്ങളെയും പിടിച്ച് ജയിലിനുള്ളിലാക്കിയ വിവരം നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. ഇതേ സമയത്ത് ഭയങ്കരമായിട്ടുള്ള ദൈവത്തിന്റെ പ്രതിപുരുഷനാണെന്ന് പറഞ്ഞ് നടന്നിരുന്ന തോക്കുസ്വാമി അടക്കമുള്ള ആളുകള് ജയിലിൽ കിടന്ന സമയത്ത് കേരളത്തിൽ ഒരു ചുക്കും സംഭവിച്ചില്ല. കാരണം അവര് നാട്ടുകാരെ പറ്റിക്കുന്നതിന് വേണ്ടിയിട്ട് ദൈവത്തിന്റെ പ്രതിപുരുഷന്മാരാണ് ഞങ്ങൾ എന്ന് പറഞ്ഞ് ജനങ്ങളെ പറ്റിക്കുന്നതിന് വേണ്ടിയിട്ട് രംഗത്തിറങ്ങിയ ആളുകളായിരുന്നു. അത് ജനങ്ങൾക്ക് ബോധ്യമായത്. അതേപോലെ തന്നെ ഈ ആത്മീയ വ്യാപാരികൾ അവർ നടത്തുന്ന കൊള്ളരുതായ്മകളെ സംബന്ധിച്ചിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുകയും ജനങ്ങൾ ബോധവാന്മാരാകുകയും ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് പ്രചോദനം നൽകുന്നതിന് പകരം ദൈവത്തിന്റെ പരിവേഷം പറഞ്ഞു കഴിഞ്ഞാലും അവരുടെ മുന്നിൽ പോയി മുട്ടുകുത്തുകയും അവരെ കെട്ടിപ്പിടിക്കാൻ നടക്കുകയും ചെയ്യുന്ന കേരളത്തിലെ രാഷ്ട്രീയ നേതൃത്വമുണ്ട്. അതില് ചുരുക്കി പറഞ്ഞാൽ ഇപ്പൊ ഈ ഇദ്ദേഹത്തിന്റെ നരേന്ദ്രമോദി അടക്കമുള്ള ആളുകള് ആനന്ദാമൃതമായുടെ ആശ്രമത്തിൽ വന്ന് അവരെ കെട്ടിപ്പിടിക്കാനും അവരുടെ കാര്യങ്ങൾ പുകഴ്ത്താനും നിൽക്കുന്നത് 10 വോട്ട് കൂടുതൽ കിട്ടുമോ കൃത്യമാണ്. താങ്കളിലേക്ക് മടങ്ങി വരാം. അബുദാബിയിൽ നിന്നും സഫീർ ബാബു എന്ന പ്രേക്ഷകൻ. ശ്രീ സഫീർ ബാബു പറഞ്ഞോളൂ. ഹലോ, ഈ ഫേസ്ബുക്കിൽ വെറും തെറിപ്രസംഗം മാത്രം നടത്തുന്ന ഈ നാരായണ പോലുള്ളവരൊക്കെ കൊടുത്തിട്ട് മുസ്ലിം ലീഗിനെ പറയാൻ എന്ത് ഇതുള്ളത്? പിന്നെ ജമാഅത്തെ ഇസ്ലാമിയുടെ അമീർ രവിശങ്കറുമായിട്ട് ഇരിക്കുന്ന ഫോട്ടോ നിങ്ങൾ ഫേസ്ബുക്കിൽ ഇതിന്റെ അടിയിൽ കണ്ടില്ലേ? ഇവർക്ക് എല്ലാം ചെയ്യാം, ഒരു മതസംഘടനയായ ജമാഅത്തെ ഇസ്ലാമിക്ക് ചെയ്യാം, മതേതര പാർട്ടിയായ മുസ്ലിം ലീഗിന് മാത്രം ചെയ്യാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ അത് അവിടെ പോയിട്ട് അവർ മതം പോയി അടിയറവ് വെച്ചിട്ട് അല്ലെങ്കിൽ രാഷ്ട്രീയം പോയി അടിയറവ് വെച്ചിട്ട്. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്തതിന്. ശ്രീ അസീസ് തിക്കോട്ടി, PK കുഞ്ഞാലിക്കുട്ടി ഈ വിഷയത്തിന് ശേഷം, അതായത് ഇബ്രാഹിം കുഞ്ഞ് എറണാകുളത്ത് വെച്ച് ഈ ഇത്തരത്തിലുള്ള ഒരു പരാമർശം നടത്തിയതിന് ശേഷം മാധ്യമങ്ങൾ PK കുഞ്ഞാലിക്കുട്ടിയെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇപ്പോൾ അത് ആ വിഷയത്തെക്കുറിച്ച് പ്രതികരിക്കേണ്ട സമയമല്ല എന്നതാണ്. പാർട്ടിക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു നിലപാടുണ്ടായിരുന്നുവെങ്കിൽ, നേരത്തെ ശ്രീ അസീസ് സൂചിപ്പിച്ചതുപോലെയുള്ള നിലപാടെങ്കിലും ഉണ്ടായിരുന്നുവെങ്കിൽ അദ്ദേഹം അത് പറയേണ്ടതായിരുന്നു. അത് പറയാത്തപ്പോഴാണ് ഈ വിഷയത്തിൽ ഇബ്രാഹിം കുഞ്ഞിന് തെറ്റുപറ്റിയോ എന്നുള്ള സംശയങ്ങൾ വരുന്നത്. ഇല്ല, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ നേരത്തെ പറഞ്ഞ ഒന്നുകൂടി ആവർത്തിക്കുകയാണ്, മുസ്ലിം ലീഗ് ഒരു നയ നിലപാട് എന്നുള്ള നിലയിൽ ആത്മീയ കേന്ദ്രങ്ങളോട് എന്ത് നിലപാടെടുക്കണം എന്നുള്ള കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യണോ വേണ്ടെന്നുള്ള പിന്നത്തെ കാര്യം. പക്ഷെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അമൃതാനന്ദമയി മഠത്തെക്കുറിച്ച് ഉയർന്നു വന്നിട്ടുള്ള വിമർശനങ്ങൾ അത് നിയമലംഘനമാണെങ്കിൽ ആ രീതിയിൽ അതിനെ കണ്ടുകൊണ്ട് മുന്നോട്ട് പോകണം. അത് ഗവൺമെന്റ് എടുക്കേണ്ട നിലപാടുകളാണ്. ഗവൺമെന്റ്, കോടതിയും പോലീസും എടുക്കേണ്ട നിലപാടുകളാണ്. കുറ്റകൃത്യം നടന്നിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മയക്കുമരുന്ന് വ്യാപാരം, ബലാത്സംഗം, അതുപോലുള്ള കൊലപാതകം ഇതുപോലുള്ള നടന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അത് എടുക്കേണ്ടതാണ്. ആ നിയമപരമായ നടപടി എടുക്കേണ്ടത്. ഞാൻ ചോദിക്കട്ടെ, നേരത്തെ നാരായണൻ വെളിയങ്കോട് പറഞ്ഞല്ലോ, കഴിഞ്ഞ LDF സർക്കാരിന്റെ കാലത്ത് 2 പേരെ അകത്തിട്ട് വന്ന് അവിടെ പിടിക്കപ്പെട്ട 2 പേരും പറഞ്ഞത് കോടിയേരി ബാലകൃഷ്ണന്റെ പേരുകളാണ്. അദ്ദേഹത്തിന്റെ മകൻ ബിനീഷ് കോടിയേരിയുടെ പേരുകളാണ്. ഇവിടെ ബാലേട്ടൻ എന്നാണ് തോക്കുസ്വാമി കോടിയേരി ബാലകൃഷ്ണനെ വിളിച്ചത്. ഇതൊക്കെ നമ്മൾ മറന്നുപോയിട്ടില്ല. അന്നുകൊണ്ട് കഴിഞ്ഞ LDF സർക്കാരിന്റെ കാലത്ത് അമൃതാനന്ദമയി മഠത്തിനെതിരെ ഒരു ചെറുമര നിൽക്കാൻ LDF സർക്കാരിന് കഴിഞ്ഞിരുന്നോ? ഇല്ലല്ലോ. ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന അതാണ് ശ്രീ നാരായണൻ വെളിയങ്കോട് ഇപ്പോൾ ലീഗ് എടുത്ത VK ഇബ്രാഹിം കുഞ്ഞെടുത്ത നിലപാടിൽ നിന്നും മറിച്ച് ഒരു നിലപാടാണ് മുസ്ലിം ലീഗ് പൊതുവായി എടുത്തിട്ടുണ്ടായിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഇടങ്ങളിൽ മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകർ മാതാമൃതാനന്ദമയിക്കെതിരെ എന്തെങ്കിലും തരത്തിലുള്ള പ്രതിഷേധങ്ങളോ അല്ലെങ്കിൽ ഫ്ലക്സ് ബോർഡുകൾ ഉയർത്തുകയോ അത്തരത്തിലുള്ള എന്തെങ്കിലും പ്രതിഷേധങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സ്ഥിതി മറ്റൊന്നാകുമായിരുന്നു. ചുരുക്കത്തിൽ മുസ്ലിം ലീഗ് ഇപ്പോൾ എടുത്ത നിലപാട് തന്നെയല്ല ശരി എന്ന് വിശ്വസിക്കേണ്ടി വരും. എന്നും സംരക്ഷിച്ചു പോന്നിട്ടുള്ള ആളുകളാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ലീഗ്. അവരെ സംബന്ധിച്ചിപ്പോ ഒരു സുഹൃത്ത് അബുദാബിയിൽ സംസാരിച്ച സുഹൃത്ത് പറഞ്ഞ പോലെ അവരെ സംബന്ധിച്ചിടത്തോളം
ഏത് കപട ആത്മീയതയും സംരക്ഷിക്കുകയും ഏത് വർഗീയതയും സംരക്ഷിക്കുകയും ചെയ്യുക എന്നുള്ള ഒരു നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവര് കബീർ അലി, സാദിഖ് അലി തങ്ങൾ പോയി കഴിഞ്ഞ് രാംദേവിനെ കെട്ടിപ്പിടിക്കാനും രാംദേവിന്റെ യോഗത്തിൽ പങ്കെടുക്കാനും അവർ തയ്യാറായത്. ആ സമയത്തും ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് ആളുകൾക്ക് മനസ്സിലായി. കാരണം ഏത് കപട വർഗീയതയും അതേപോലെ തന്നെ കപട ആൾദൈവങ്ങളെയും സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നിലപാടാണ് മുസ്ലിം ലീഗ് ഏത് കാലത്തും എടുത്തിട്ടുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് ഈ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് ഒരു നിലപാടില്ല. വെറുതെ ആരെങ്കിലും എന്തെങ്കിലും കാര്യങ്ങൾ പറയുന്ന സമയത്ത് അവരുടെ മേൽ റൈറ്റ്. സമയപരിമിതി മൂലം ഞാൻ ഒന്ന് ഇടപെടുന്നു. കോഴിക്കോട്ട് നിന്നും അബ്ദുസലാം എന്ന പ്രേക്ഷകൻ കൂടി. ശ്രീ അബ്ദുസലാം, പെട്ടെന്ന് പറഞ്ഞോളൂ. ഇവിടെ നമ്മളെ മുഖ്യമന്ത്രിയൊക്കെ പറഞ്ഞ വാക്കുകൾ വളരെയധികം മോശമാണ്. രാജ്യത്ത് നിയമം സമയപരിമിതി മൂലം ഈ ചർച്ച ഇവിടെ അവസാനിപ്പിക്കേണ്ടി വരുന്നു. വളരെയധികം നന്ദി ശ്രീ നാരായണൻ വെളിയങ്കോട്, ശ്രീ അസീസ് തിക്കോട്ടി ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. ന്യൂസ് 1 മിഡിൽ ഈസ്റ്റ് ഇവിടെ പൂർണ്ണമാവുന്നു. ഗുഡ് നൈറ്റ് ആൻഡ് ഗുഡ് ബൈ.